സീരിയലിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാല് നേരത്തെയൊക്കെ കാലത്ത് കൃത്യമായി പേയ്മെന്റ് തരികയില്ല. നമ്മൾ ഈ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ഒരുമിച്ച് തരാം, അല്ല 5 ദിവസം 10 ദിവസം കഴിയുമ്പോഴത്തേന്ന് പറയാം. നമുക്ക് അവിടുത്തെ ഷെഡ്യൂളിൽ അത് സ്വാഭാവികമാണ്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ പേയ്മെന്റ് വാങ്ങിച്ചു തരാൻ ഞങ്ങൾക്ക് സംഘടനയുണ്ട്. പണ്ടൊന്നും വാങ്ങിച്ചു തരാൻ സംഘടനയില്ല. സംഘടന ഉണ്ടെങ്കിൽ സംഘടന ഉള്ളതായിട്ടില്ല, ആരുടെങ്കിലും ഇതിന്റെ തലപ്പത്തിരിക്കുന്നതിൽ അവരോട് പറഞ്ഞ് ഞങ്ങളുടെ പേയ്മെന്റ് വാങ്ങിച്ചാൽ പറഞ്ഞപ്പോ പറയാം തരാം, അത് 2 ദിവസം കഴിയുമ്പോൾ തരാം, അടുത്ത ആഴ്ച വരും, അല്ലെങ്കിൽ ചെക്ക് തരും. അത് വണ്ടി ചെക്കായിരിക്കും. നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് അത് ക്യാഷ് ഒന്നും ഇല്ലാന്ന് പറയും. അങ്ങനെ ഒത്തിരി ചെക്കുകൾ ഇപ്പോഴും ഇരിപ്പുണ്ട്, കിട്ടാതെയൊക്കെ ഉണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് അങ്ങനെ അനുഭവം വന്ന കുട്ടിക്കുറുമ്പൻ എന്നൊരു സീരിയൽ ചെയ്തു. അത് നമുക്കറിയില്ല, വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള ഒരു കൺട്രോളറാണ്, എക്സിക്യൂട്ടീവാണ് വിളിച്ചത്. വിളിച്ചിട്ട് എനിക്കറിയില്ല, ഞാൻ ചെന്നപ്പോൾ ഒരു മുത്തശ്ശി ക്യാരക്ടറായിരുന്നു, നല്ല സീരിയലായിരുന്നു, നല്ലൊരു സെറ്റായിരുന്നു, ഡയറക്ടറും ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പ്രൊഡ്യൂസർ ഇദ്ദേഹമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹമാണെന്ന് അറിഞ്ഞിരുന്നിട്ട് ഒരിക്കലും പോകില്ല. കാരണം അയാളുടെ അതിന് മുമ്പുള്ള ഒരു സീരിയൽ ചെയ്തപ്പോഴും പൈസ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെ വിളിച്ചത് കൺട്രോളർ ആയതുകൊണ്ട് അയാൾക്ക് തന്നെ ശരിക്കും അറിയാമോ എന്നൊരു വിശ്വാസം കൊണ്ട് ഞാൻ ചെന്നു. കുറെ ദിവസമായിട്ട് ആദ്യം 2-3 ദിവസമൊക്കെ പൈസ വന്നു, വണ്ടിക്കൂലി വന്നു. ഇവിടെ ചേച്ചി അത് 2 ദിവസം കഴിയുമ്പോൾ വരും എന്ന് പറയും. അപ്പൊ ആയുടെ അസിസ്റ്റന്റ് പറഞ്ഞു നാളെ ചേച്ചി പേയ്മെന്റ് വരും, അക്കൗണ്ടിൽ വരുമെന്ന് പറയും. അങ്ങനെ 2-3 പ്രാവശ്യം വന്നു. പിന്നീട് വരാതായപ്പോൾ ഞാൻ ചോദിച്ചു, അന്നേരമാണ് അറിയുന്നത്, ചേച്ചി അറിഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവിടെ പൈസ കിട്ടാൻ ബുദ്ധിമുട്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര സ്നേഹം, പ്രൊഡക്ഷൻ കുഴപ്പമില്ല, എല്ലാവരും ഭയങ്കര സ്നേഹം, പ്രൊഡ്യൂസറിന് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ കാശേരികളിൽ മാത്രം ഇവർക്ക് കാശ് ചാനലിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അവസാനം അതിനകത്ത് ഒത്തിരി കുട്ടികൾ അഭിനയിച്ചിരുന്നു. ആ കുട്ടികൾ പോയി ചാനലിന്റെ വാതുക്കൽ ബഹളം ഉണ്ടാക്കി, സമരം ചെയ്തു. ചാനൽ അങ്ങനെ പൈസ കൊടുത്തു. ചാനൽ പൈസ കൊടുക്കാത്തതായിരുന്നില്ല, പ്രൊഡ്യൂസർ പൈസ എടുത്ത് മറിക്കും. അയാൾക്ക് വേറെ ഒരുപാട് അത്ഭുത ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു, അതൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് പല വിഷയങ്ങളുണ്ടാക്കി അയാളുടെ ഭാര്യയെ വിളിച്ചപ്പം ഭാര്യ പറയണം, ഞാനിതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഇവിടെ വല്ലപ്പോഴും വന്നെങ്കിലായി എന്നൊക്കെ പറഞ്ഞു. കുറെ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ചാനലിൽ ഞാനും വിളിച്ചു. ചാനലുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അതിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് പൈസ കിട്ടി. ഇപ്പോഴും ബാക്കി പൈസ കിട്ടാനുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ ഇനി അടുത്ത ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഉടനെ വിളിച്ചു, നാളെ ഷൂട്ടുണ്ട്. ഇത് സംഭവം എന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഇവർ ചാർട്ട് ചെയ്യാതെ വിളിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനുഭവസ്ഥർ എന്നോട് പറഞ്ഞു, ചേച്ചി നാളെ വരേണ്ട ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കാത്തതുകൊണ്ട് വരത്തില്ല, പകരം എന്തെങ്കിലും എപ്പിസോഡ് എത്തിക്കണ്ട, എനിക്ക് ചേച്ചി വിളിച്ചതാണ്, പൈസ മേടിച്ചോണം, ഞങ്ങൾക്കൊക്കെ അബദ്ധം പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അവിടെ ചെന്നിട്ട് പൊതിച്ചോറ് മേടിച്ച് പ്രൊഡക്ഷനിലെ പിള്ളേർ അവരുടെ കയ്യിൽ കാശ് മുടക്കി പൊതിച്ചോറ് മേടിച്ചോണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ ആ പിള്ളേരൊക്കെ നല്ല മക്കളായിരുന്നു. ഇദ്ദേഹം ഈ പ്രൊഡ്യൂസർ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല ഒരു സെറ്റായിരുന്നു. അത് വലിയ അടുത്ത കാലത്തുണ്ടായ അനുഭവം. അപ്പൊ നമ്മള് സംഘടന വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞ സീരിയൽ നിർത്തിപ്പോയി, അപ്പൊ അതുകൊണ്ട് അയാൾ എവിടെയാണെന്ന് അറിയത്തില്ല, വിളിക്കുമ്പോൾ അയാൾ എടുക്കാറില്ല, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സംഘടനയെ പറഞ്ഞാൽ അവരത് വാങ്ങിച്ച് പൈസ വാങ്ങിച്ചു തരും നമുക്ക്. ഇപ്പൊ പഴയതുപോലല്ല. അങ്ങനത്തെ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ 2-3 ഷെഡ്യൂൾ കഴിയുമ്പോൾ പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സംഘടനയിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഇതുപോലെ പേയ്മെന്റ് കിട്ടിയില്ല, നിങ്ങളൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞാൽ അവർ സ്നേഹത്തോടെ ഇടപെടും. അപ്പോൾ വാങ്ങിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ചാനലിലൂടെ അവർ പറഞ്ഞു നിർത്താൻ ഉള്ള നിയമങ്ങൾ വരെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ. സിനിമയിൽ എന്ന് പറയാൻ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല സംവിധായകരുണ്ട്, അവരൊക്കെയായിട്ട് നല്ല ബന്ധമുണ്ട്. സത്യൻ സാറ്, ബ്ലസ് സാറിനെ ഈ അടുത്ത കാലത്ത് ആടുജീവിതം കണ്ടിട്ട് ഞാൻ സാറിനെ വിളിച്ചു. വളരെ ഭയങ്കര സങ്കടപ്പെട്ടാണ് ഞാൻ വിളിച്ചത്. കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടമായിരുന്നു സിനിമ. അപ്പൊ സാറ് പറഞ്ഞു, ചേച്ചി കരയാതെ എന്ന് ആദ്യം പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇന്ന ആളാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ശാരീരികാവസ്ഥ. സാറൊക്കെ എന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം അതൊക്കെ. കാരണം നമ്മളൊന്നും വിചാരിക്കുകയല്ല, നമ്മൾ ഇത്രയും വലിയൊരു സംവിധായകനായെങ്കിലും സാറിന് ഒരു മാറ്റവും വരാതെ എന്നെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ലവ്ലി ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എങ്ങനെയുണ്ട് ശാരീരികാവസ്ഥ എങ്ങനെയുണ്ട്. ഞാനിപ്പോൾ കോഴിക്കോട് ഒരു അതിൻ്റെ ഒരു അവിടെ എന്തോ ഒരു സ്വീകരണത്തിന് വന്നിട്ട് ആടുജീവിതത്തിന്റെ നടക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറ് സിനിമ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ കരയാതെ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അത്രയും ഒരു അടുപ്പം സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ വിളിക്കുക. അങ്ങനെ സാറിന്റെ 1-2 സിനിമകൾ ചെയ്തു. പിന്നെ സിനിമ കളിമണ്ണ് വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്കൊരു വലിയ സർജറി ഉണ്ടായിരുന്നു. എങ്കിലും സാറിനെ ഓർത്തിരുന്ന് വിളിച്ചു. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അവരെയൊക്കെ അത്രയും വലിയ സംവിധായകരുടെ കൂടെ സഹകരിക്കാൻ പറ്റിയത്. സാറിനോട് നല്ലൊരു ബന്ധമുണ്ട്, സത്യൻ സാറിനോടുണ്ട്. പിന്നെ അടൂർ സാറിനോടൊക്കെ ഞാൻ പണ്ട് പറയുമായിരുന്നു, സാറ് സിനിമ ചെയ്യുമ്പോൾ ഇനി എന്നെ വിളിക്കണം എന്ന് പറയുമായിരുന്നു. അപ്പം
ഓർത്ത് തീർച്ചയായിട്ടും നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കാതെ അലിയാർ സാറാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അലിയാർ സാർ പറയുമായിരുന്നു, ഞങ്ങളൊന്നും ഇനി പറഞ്ഞു കൊടുക്കണ്ടല്ല പുള്ളി, അതൊക്കെ അദ്ദേഹം വിളിച്ചോളും, കൃത്യമായി വിളിച്ചോളും എന്ന് പറയും. പിന്നെ സാറ് സിനിമ പിന്നെ അതിന് ശേഷം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ വിളിക്കാറില്ല. പിന്നെ ചില നടന്മാരെന്ന് പറഞ്ഞാൽ ദേവൻ സാറ്, ദിനേശ് പണിക്കര്, പിന്നെ അങ്ങനെ നമ്മുടെ ഒരുപാട് സിനിമയിൽ എന്ന് പറയാനായിട്ട് ലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട് സന്തോഷത്തോടെ. അത് തന്മാത്ര സിനിമ ചെയ്തപ്പോൾ സാറ് ഓർമ്മ, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രണയം സാറിന്റെ പ്രണയം ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ സാർ ഓർമ്മയുണ്ട്. പിന്നെ തന്മാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ നാടകം അദ്ദേഹങ്ങളോട് ഭയങ്കര മെമ്മറി പവറാണ് മോഹൻലാൽ സാറിന്. ഞാൻ എൻ്റെ നാടകം കാണാൻ കാട്ടുകുതിരയല്ലേ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എത്രയോ വർഷം മുമ്പുള്ളൊരു, അന്ന് അദ്ദേഹം ആട്ടക്കലാശം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ചേർത്തല വന്നപ്പം ചേർത്തല SS കലാമന്ദിറിൽ അദ്ദേഹം നാടകം കാണാൻ വന്നിരുന്നു. ശശികുമാർ സാറ്, മോഹൻലാല്, പിന്നെ ചിത്ര, പഴയ നടി ചിത്ര, പിന്നെ കുഞ്ചൻ, ഇവരൊക്കെ വന്നിരുന്നു നാടകം കാണാനായിട്ട്. അത് അദ്ദേഹം വളരെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ ചെയ്യുമ്പോൾ സാറ് പറഞ്ഞു ഞാൻ നാടകം കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത്രയൊരു അടുപ്പം എന്ന് പറയുന്നത് അവരൊക്കെ ഇന്നും തിരിച്ചറിയുന്നു എന്നുള്ളൊരു വലിയ സന്തോഷമാണ്. അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്. ദേവൻ സാറിനോട് കന്യാദാനം എന്നൊരു സീരിയലാണ് ചെയ്തത്. പിന്നെ രാജേന്ദ്ര സാറിൻ്റെയും സന്ധ്യ രാജേന്ദ്രൻ്റെയും ഒക്കെ പ്രൊഡ്യൂസർ. അതായത് നമ്മുടെ നടൻ ശ്രീ മുകേഷിൻ്റെ പെങ്ങളുടെ അവർ പ്രൊഡ്യൂസർ കന്യാദാനം എന്ന സീരിയൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോമ്പിനേഷൻസിന് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്ദേഹമായിട്ടൊരു ഫോട്ടോ എടുത്ത് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇന്ന് ഒരു നടന്മാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ക്യാരക്ടർ തീരും, എനിക്കൊരു ഫോട്ടോ പിന്നെന്താ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അത് വളരെ സന്തോഷത്തോടെ വന്നൊരു ഫോട്ടോ. ഞാൻ ഒരു നടൻ ഒത്തിരി പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ കൂടെ, ദിലീപിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിക്കാത്തെന്ന് പറഞ്ഞ നായകന്മാരെന്ന് പറഞ്ഞ ശ്രീ സുരേഷ് ഗോപിയുടെ കൂടെ മാത്രമേ ഉള്ളൂ. നമുക്കടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. വെനീസിലെ വ്യാപാരി ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൈരളിയിൽ ഞാൻ ഒരു വർഷം വർക്ക് ചെയ്യുമ്പം മമ്മൂട്ടി സാർ തന്നെ, അന്നൊന്നും മമ്മൂട്ടി സാർ തന്നെ ചെയർമാൻ. അപ്പോഴും ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു 5 സബ്ജക്റ്റാണ്, 5 എപ്പിസോഡ് കാണിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും സബ്ജക്റ്റ് എന്താണെന്ന് ചോദിക്കും. ഒരു ദിവസം വിളിച്ചപ്പോൾ ഡയറക്ടർ ബാത്റൂമിലൂടെയായിരുന്നു. പെട്ടെന്ന് ഫോൺ എടുത്ത ഞാൻ, നമുക്കെയാണെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ എത്ര എപ്പിസോഡ് പോകും, ആരൊക്കെ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്ന് വിറച്ചു പോയി ശബ്ദം കേട്ടപ്പോൾ. ഞാൻ പറഞ്ഞു പടാട സാറേ അതേ മമ്മൂട്ടി സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആവശ്യമില്ലാത്ത ഒന്നും പറയരുതെന്ന് പറഞ്ഞേക്കണം, ആരെ കൊണ്ടും പെണ്ണുങ്ങളെ കൊണ്ടൊന്നും ആരെ അവഹേളിപ്പിക്കരുത്. കാരണം അതിനു മുമ്പത്തെ ഒരു എപ്പിസോഡിൽ കള്ളന് കഞ്ഞിവെച്ചനാന്നൊരു ഡയലോഗ് ശ്രീ പിന്നെ AK ആന്റണിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായിരുന്നല്ലോ അത്. അപ്പൊ അതുകൊണ്ട് അതിനി അങ്ങനെയുള്ള ആവർത്തനങ്ങളൊന്നും പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പടാട സാറേ എനിക്കറിയില്ല, എൻ്റെ ഫോണെന്നും പറഞ്ഞ് സാറിൻ്റെ കൊടുത്തതാണ്. അങ്ങനെ മമ്മൂട്ടി സാർ അങ്ങനെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചെറിയ അവരോർത്തിരുന്നില്ലെങ്കിൽ പോലും നമുക്കതൊക്കെ വലിയൊരു ഓർമ്മയാണ്, വലിയ സന്തോഷമാണ് അവരുടെ കൂടെ അഭിനയിച്ചതും. പിന്നെ ഇവരൊക്കെ വളരെ സിൻസിയറാണ്, നമ്മളോടൊക്കെ വളരെ സന്തോഷത്തോടെ ഇടപെടുന്നവരാണ്. അല്ലാതെ ഞങ്ങൾ വലിയ നടന്മാരാണ് അങ്ങനെയുള്ള, അതൊക്കെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. അത്ര സന്തോഷമായിരുന്നു. ജയറാമിൻ്റെ കൂടെ ഭാഗ്യദേവത എന്ന സിനിമ ചെയ്തു. ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഒരു സീനേ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആദ്യമായിട്ട് സത്യൻ സാറിൻ്റെ ഒരു പടം ചെയ്യാൻ കിട്ടിയില്ലേ. സാറിനെ ഞാൻ വെറുതെ കാണാൻ പോയതാണ്. അടുത്ത പടത്തിലെങ്കിലും ഒരു വേഷം തരണമെന്ന് പറയാൻ ആലപ്പുഴ ആയിരുന്നതുകൊണ്ട് ഞാൻ പോയതാണ്. അത് നമ്മുടെ മാമക്കോയ എന്ന ഇക്കയുടെ കൂടെ അഭിനയിച്ചു. അപ്പോൾ ആ ഇക്ക എന്നോട് പറഞ്ഞു, ലവ്ലി നിങ്ങൾ സത്യൻ്റെ സിനിമയൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുള്ള ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല വേഷം. അങ്ങനെയാണ് ഞാൻ സത്യൻ സാറിനെ അറിഞ്ഞു കേട്ട് പോയതാണ്. പോയിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞു ഇവിടെ എല്ലാം സെലക്ഷൻ ആയിപ്പോയി, വേഷമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ഒക്കെ ആയിപ്പോയില്ലോ എന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കൺട്രോളർ വിളിച്ചിട്ട് ചേച്ചി ഒരു ചെറിയ വേഷമോ ചെയ്യാൻ മടിയുണ്ട്. ഞാൻ പറയുമോ ഇല്ല. അപ്പം ഞാൻ വീണ്ടും മാമക്കയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് പോയി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയി ആ വേഷം ചെയ്തത്. ഒറ്റ സീനേ ഉണ്ടായിരുന്നില്ല, എങ്കിലും ഒരുപാട് സന്തോഷമായിരുന്നു. സത്യൻ സാറിൻ്റെ ഒക്കെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുന്ന ഒരു സന്തോഷമായിരുന്നു.